ഗായ്സ്, ഞാൻ ഇന്നൊരു ക്രോഷ്യ വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ എടുത്തിരിക്കുന്ന ഹുക്കിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 4.5 ആണ്. ഞാൻ ഇച്ചിരി കട്ടിയുള്ള യാണുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ടിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തൊട്ട് ഈ യാണിൽ കൂടെ ഹുക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് സെറ്റ് യാണിനെ നമുക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 30 സ്റ്റിച്ചസ് ഇടുക. 1 2 3. ഇനി നമുക്ക് 30 സ്റ്റിച്ചസ് ഇട്ടിട്ട് അടുത്ത വീഡിയോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ 30 സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് കിടക്കണ ചെയിനിലേക്ക് നമ്മുടെ യാൺ ഓവർ ചെയ്തിട്ട് ആ സെക്കൻഡ് കിടക്കണ ചെയിനിലേക്ക് നമുക്ക് കയറ്റിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് യാണൊന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ യാണോവർ 2 സ്റ്റിച്ചസിൽ കൂടെ വലിച്ചെടുക്കാം. വീണ്ടും 2 സ്റ്റിച്ചസിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. അങ്ങനെ ഇത് മൊത്തം കവർ ചെയ്തെടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ ആ 30 ഇതും ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നേരെ നമ്മൾ കയറ്റി കൊടുക്കരുത്. സൂചിയോ പ്ലാസ്റ്റിക് സൂചി വല്ലതും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കയറ്റി കൊടുക്കണം. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കയറ്റി കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ യാണോ ചെയ്ത് ഹുക്കിനകത്തോട്ട് കയറ്റി യാണോ വലിച്ച് വീണ്ടും യാണോവെടുത്ത് വലിച്ച് അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടൊന്ന് ഈ യാണ വെച്ച് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറ്റി കൊടുക്കാം. നമ്മുടെ അപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് കയറ്റി കൊടുക്കാം. നിങ്ങൾ വലിക്കുക, കയറ്റുക. ഇപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂട്ടാക്കണമെങ്കിൽ 2 ചെവിയും വെച്ചേക്ക്. എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെവി വെക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടാൻ നേരത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതൊന്ന് നേരെ ഇങ്ങനെ കെട്ടരുത്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് യാണിൻ്റെ നമ്മുടെ ഇത് അഴിഞ്ഞ് വരും. ഇനി നമ്മൾ ഈ നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ചുറ്റിനും ഇങ്ങനെ വട്ടം പോലെ ഞാൻ ചുറ്റിക്കൊടുത്തിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തപ്പോഴത്തേക്ക് അതിന് വന്നില്ല. നമുക്കിനി ബാക്കി ഒന്ന് വശം മുറിച്ച് കളയാം. ബാക്കിയൊന്നും വശങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ഫൈനൽ ഔട്ട്ഫിറ്റ് കൊള്ളാമെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.